ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇത് നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ആണ്. ലിയോസ് ഫാമിങ്ങിൻ്റെ പുതിയ യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ തമ്പനയിൽ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ പോത്തു വളർത്തൽ ഒരു ക്ലാസ്സാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പോത്തു വളർത്തൽ രീതിയെക്കുറിച്ചാണ് നമ്മൾ കൂടുതലായിട്ട് ഇതിൽ പറയാൻ പോകുന്നത്. ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ 2-3 പാർട്ടായിട്ട് നമുക്ക് ചെയ്യാം ഇത്. അപ്പോൾ നമുക്ക് സബ്ജക്റ്റിലേക്ക് കിടക്കാം. ഒരു പോത്തിനെ നമ്മൾ വാങ്ങിച്ചു കൊണ്ടുവന്നാൽ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ രീതിയിൽ അതിന് കൈത്തീറ്റ കൊടുത്ത് വളർത്തണം, എന്തൊക്കെ മാർഗങ്ങളിലൂടെ നമ്മൾ മാക്സിമം ചിലവ് ചുരുക്കി ചെയ്താൽ മാത്രമേ നമുക്ക് അതിനുള്ള കാര്യങ്ങൾ കിട്ടുകയുള്ളൂ, അതിനുള്ള ഗുണമുണ്ടാവുള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് എന്താണ്? ആദ്യമായിട്ട് നമ്മളിപ്പോൾ ഒരു പോത്തിനെ വാങ്ങിക്കൊണ്ട് വന്നാൽ ചന്തയിൽ നിന്നും ആണ് കൂടുതൽ ഇപ്പോൾ ആളുകൾ വാങ്ങിക്കുന്നത്. ഇപ്പോൾ ഫാമിലേക്ക് കൂടുതൽ ആൾക്കാർ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഒരു പോത്തിനെ കൊണ്ടുവന്നാൽ 1 മാസം നമ്മളതിന് റെസ്റ്റ് കൊടുക്കുക. 1 മാസം. ഇപ്പോൾ കൂടുതലായിട്ടും വരുന്നതെന്ന് വെച്ചാൽ പോത്തിനെ കൊണ്ടുവന്നു മൂക്കുകുത്തി മരുന്ന് കൊടുക്കുകയാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഇപ്പോൾ ഹരിയാനയിൽ നിന്ന് വരുന്ന കുട്ടികൾക്കൊക്കെ ഒരു ആഴ്ച ഏകദേശം വരുന്നുണ്ട് അവിടുന്ന് ഇങ്ങോട്ടെത്താൻ. അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ അവർക്കുണ്ടാവും. പിന്നെ അതിൻ്റെ അവർക്കൊരു സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ അതിലേക്ക് അവർക്ക് വരുന്നതാണത്. അപ്പോൾ മാക്സിമം നമ്മൾ അവർക്കൊരു വിശ്രമം നൽകിയിട്ട് ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത്. അപ്പോൾ ആദ്യം കൊണ്ടുവന്നാൽ തന്നെ നമ്മൾ 1 മാസം റെസ്റ്റ് ചെയ്യാൻ അങ്ങനെ വിടുക. പിന്നെ ഇതിനെ കൊണ്ടുവരുമ്പോൾ തന്നെ നമുക്ക് ഫുഡ് എടുക്കാനും വെള്ളം കുടിക്കാനുള്ള ഒരു മടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളതിന് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ലിവർ ടോണിക് കൊടുക്കുക. ഇത് ലിവറിൻ്റെ ഫങ്ഷൻ ശരിയാവാൻ വേണ്ടിയിട്ടാണ്. ലിവറിൻ്റെ ഫങ്ഷൻ ശരിയാവുന്നതോടുകൂടി അവറ്റങ്ങൾ തീറ്റയും വെള്ളവും എടുക്കാൻ തുടങ്ങും നല്ല രീതിയിൽ. അതൊരു നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കിട്ടും. ടഫ്രോളി, ഇത് ഒരു കമ്പനിയുടെ പേരാണ് ടഫ്രോളി. 1/2 ലിറ്ററിൻ്റെ ബോട്ടിൽ നമുക്ക് കിട്ടും. പിന്നെ ലിവോൺ എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയുണ്ട്. അതില്ലെങ്കിൽ നമ്മൾ മൃഗാശുപത്രിയിൽ പോയാൽ ഡോക്ടർമാർ അവർ തന്നെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ലിക്വിഡ് തരും. അത് കൊടുത്താലും അത്യാവശ്യം മാറ്റങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ അത് സെറ്റ് ചെയ്യണം നല്ല രീതിയിൽ. ഒരു 30 ml വീതം ഡെയിലി കൊടുത്തിട്ട് മെല്ലെ അതിലേക്ക് നമ്മളത് നല്ല തീറ്റയും വെള്ളവും എടുക്കുന്ന രീതിയിലേക്ക് നമുക്കത് മാറ്റിയെടുക്കാൻ സാധിക്കും. പിന്നെ ചെയ്യേണ്ടത്, ഒരിക്കലും വിരയ്ക്കുള്ള ഗുളിക കൊടുക്കരുത്. ഈ വരുന്ന പോത്ത് അത്യാവശ്യം ഒരു ക്ഷീണം പോലെയൊക്കെയാവും ഇത് വരിക. ഒരു ക്ഷീണം ഒക്കെ മാറി നല്ലൊരു രീതിയിൽ മാറ്റം വന്നതിന് ശേഷം കൊടുക്കുക. ഞാൻ 1 മാസം എന്ന് പറഞ്ഞത് 1 മാസം തന്നെ കഴിയുമ്പോൾ തന്നെ കൊടുക്കണമെന്നില്ല. അതിൻ്റെ സ്ട്രെങ്ത് എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് കൊടുത്താലും മതി. മിക്കവാറും 1 മാസത്തിനുള്ളിലേക്ക് റിക്കവർ ആവും. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ വിരമരുന്ന് കൊടുക്കുന്നത് അതിൻ്റെ ചാണകം ടെസ്റ്റ് ചെയ്തിട്ട് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അതിൻ്റെ ചാണകം നമ്മൾ 1 മണിക്കൂറിൽ കവിയാതെ ഒരു തീപ്പെട്ടിക്കൂടിനോടം ചേർന്നിട്ട് നമുക്ക് ചാണകം കളക്ട് ചെയ്യാം. അത് 3 ലെയറായിട്ടാണ് എടുക്കേണ്ടത്. ഏറ്റവും മുകളിൽ നിന്നും, പിന്നെ സെൻറ്ററിൽ, പിന്നെ ഏറ്റവും അടിയിൽ നിന്നും, അങ്ങനെ 3 ലെയറിലായിട്ട് എടുത്തിട്ട് അത് 1 മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മളത് മൃഗാശുപത്രിയിൽ കൊണ്ടുചെന്നാൽ അവർ ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് തരും. ആ റിസൾട്ടിനനുസരിച്ചിട്ടുള്ള ഗുളികയാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഒപ്പം തന്നെ ബോഡി വെയ്റ്റും പറഞ്ഞു കൊടുക്കണം. ഈ ബോഡി വെയ്റ്റ് ഇതിൻ്റെ അളക്കാനുള്ളൊരു മാർഗം ഉണ്ട്. അത് ഞാൻ വേറെ വീഡിയോയിൽ പറഞ്ഞുതരാം. ഒരു ചെറിയൊരു വീഡിയോ ആക്കിയിട്ട് പറഞ്ഞുതരാം.
അതൊരു ഇൻ്റർനാഷണലി ഒരു കാൽക്കുലേറ്റിംഗ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ വിരമരുന്ന് 4 തരം ടൈപ്പ് വിരകളാണുള്ളത്. പണ്ടപ്പോഴും അങ്ങനെ ലോങ് 4 ടൈപ്പ് ഉണ്ട്. അപ്പോൾ അതിൽ ഏത് വിരയാണെന്ന് കണ്ടെത്തിയതിന് ശേഷം മാത്രമേ നമുക്ക് അതിനുള്ള മരുന്ന് കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ കുറേ ആളുകൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ എല്ലാ മാസവും വിരമരുന്ന് കൊടുക്കുന്നവരുണ്ട്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. എന്തെന്ന് വെച്ചാൽ ഈ അതിൻ്റെ വയറ്റിൽ നല്ല അണുക്കളും നല്ല പൊട്ട അണുക്കളും ഉണ്ട്. ഈ വിരമരുന്ന് ഓരോ മാസവും കൊടുക്കുന്തോറും ഈ നല്ല അണുക്കളൊക്കെ കൂടുതലായിട്ട് നശിക്കാൻ തുടങ്ങും. വിരമരുന്ന് കൊടുക്കേണ്ട രീതി അനുസരിച്ച് ഏറ്റവും പുതിയ കണക്കനുസരിച്ചിട്ട് മഴക്കാലം തുടങ്ങുന്നതിന് മുന്നേയും മഴക്കാലം അവസാനിച്ചതിന് ശേഷവും മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അതാണ് പുതിയ കണക്ക്. അങ്ങനെ കൊടുത്താൽ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്കിതിൽ മാറ്റങ്ങൾ കാണാൻ സാധിക്കും. ഇത് നിർബന്ധമായും ഇങ്ങനെ മാത്രമേ ചെയ്യാവൂ. പല ആളുകളും ചെയ്യുന്നതെന്ന് വെച്ചാൽ എല്ലാ മാസവും കൊടുക്കുന്നു. അത് തെറ്റായ ഒരു രീതിയാണ്. അത് മാറ്റണം. പിന്നെ ഇത് ഈ 1 മാസത്തിന് ശേഷം മാത്രമേ കൊടുത്താലും മതിയാവും. നല്ലൊരു ആരോഗ്യസ്ഥിതി വന്നതിന് ശേഷം അത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ മൂക്ക് കുത്തുന്ന രീതി. ഈ 1 മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ പോത്തിന് മിക്കവാറും എല്ലാവരും മൂക്ക് കുത്തണ ഒരു ചടങ്ങുണ്ടല്ലോ, അതുകൊണ്ട് ചെയ്യും. പക്ഷെ ഒരിക്കലും ചെയ്യരുത്. നമ്മൾ ഒരുവിധം സ്ട്രെസ് ഒഴിവാക്കിയിട്ട് ചെയ്യണം. 1 മാസത്തിന് ശേഷമോ 1.5 മാസത്തിന് ശേഷമോ ചെയ്താലും മതി. തൽക്കാലത്തിന് എന്തെങ്കിലും മോന്തക്കയർ പോലെ എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെൻ്റ് രീതിയിൽ ചെയ്യാം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താ വെച്ചാൽ ഇതിനെ കൊണ്ടുവന്നാലപ്പോൾ തന്നെ നമ്മൾ നല്ല രീതിയിൽ കുളിപ്പിക്കുക. ഷാമ്പു ഇട്ടിട്ട് നല്ല രീതിയിൽ കുളിപ്പിച്ച് മുറിവുകളുണ്ടോ നോക്കുക. കാലിൻ്റെ അടിയിലാണ് കൂടുതലായിട്ട് മുറിവുകൾ വരാൻ ചാൻസ്. അപ്പോൾ എല്ലായിടത്തും നന്നായി ശ്രദ്ധിച്ചിട്ട് പൊട്ടിയ ഭാഗങ്ങളിലൊക്കെ ക്ലീൻ ചെയ്യണം നന്നായിട്ട്. ഈ മഞ്ഞൾപ്പൊടി ചെറിയ ചൂടുവെള്ളത്തിൽ കല്ലുപ്പിട്ടിട്ട് ചെറിയ മഞ്ഞൾപ്പൊടി ചെറിയ രീതിയിലിടാം. എന്നിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അതൊന്ന് തുണി വെച്ചിട്ടൊന്ന് കെട്ടുക. അങ്ങനെ അത് ആ മുറിവുകളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. പിന്നെ ഇതിൻ്റെ ചെവി നന്നായി ശ്രദ്ധിക്കണം. ഡെയിലി നമ്മൾ ചെക്ക് ചെയ്യണം. എന്തെന്ന് വെച്ചാൽ ഈ ചെവിക്കൂടി ഈച്ച കയറി ഇരുന്നിട്ട് കടിച്ചിട്ട് ആകെ പ്രശ്നങ്ങളുണ്ടാക്കും. ഈ ചെവിയുടെ ഉള്ളിൽ ഈച്ച കയറി നിന്ന് കടിച്ചാൽ അവിടെ വേഗം പുഴുക്കൾ വരും. പുഴുക്കൾ വന്നിട്ട് അത് ഉള്ളിലേക്ക് കയറും. അപ്പോൾ അത് ബ്രെയിനിലേക്ക് കയറിയാൽ ആ കണ്ണ് നമുക്ക് നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അത് കാരണം എന്നും നമ്മൾ 2 ചെവിയും നിർബന്ധമായും ചെക്ക് ചെയ്തിരിക്കണം. പിന്നെ ബാക്കി നമ്മൾ എല്ലാ ദിവസവും ഇതിൻ്റെ ദേഹത്ത് മുറിവുകൾ പറ്റുന്നുണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ചാൽ മുറിവുകൾ വന്നാൽ പെട്ടെന്ന് ഇതിൽ പുഴുക്കൾ കയറി വരും. അതുകൊണ്ടാണ് പറയുന്നത്. ഇത് കൂടുന്തോറും കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് ഇത് മാറും. അപ്പോൾ അത് ശ്രദ്ധിക്കാം. അപ്പോൾ ആദ്യത്തെ ഒരു പാർട്ടായിട്ട് ഇതിന് കണ്ടാൽ മതി. ഇനിയിപ്പോൾ അടുത്ത വീഡിയോ ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ കൂടുതലായിട്ട് പറയാൻ ശ്രമിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ചാനലിൻ്റെ പേര് ലിയോസ് ഫാമിംഗ്. അപ്പോൾ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. നിങ്ങൾ പുതിയതായിട്ട് പോത്ത് വളർത്തൽ തുടങ്ങണ ആളുകൾക്ക് പുതിയ അറിവുകൾ ലഭിക്കുന്നു. ഇതിൽ തന്നെ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. ഫാമുകളായിട്ടുള്ള എവിടെ നിന്നും നല്ല പോത്തുകൾ കിട്ടും, പോത്തുകുട്ടികൾ കിട്ടും, എരുമക്കുട്ടികൾ.
അപ്പോൾ ആരെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുക്കാം, വാട്സപ്പ് നമ്പർ. അതിൽ സംശയങ്ങൾ ചോദിച്ചാൽ മതി, മറുപടി തരാം. ഫോൺ ചെയ്യരുത്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, GB ഫാമിൽ, കൊരട്ടിയിലുള്ള GB ഫാമിൽ ഇപ്പോൾ പുതിയ ലോഡ് മറ്റന്നാൾ വരുന്നുണ്ട്. അത് നേരത്തെ പോയാലേ കിട്ടുള്ളൂ. 7 മണിക്കെങ്കിലും അവിടെ പോകണം. 155 ഒരു കിലോ മാടിൻ്റെ വില. അപ്പോൾ അതിന് 160ൻ്റെ മുകളിലേക്കാണ് തൂക്കം വരുന്ന കുട്ടികൾ അവിടെ വരുന്നുള്ളൂ. അതും ശ്രദ്ധിക്കണം. അപ്പോൾ ആരെങ്കിലും പോത്തും കുട്ടികൾ അന്വേഷിച്ച് നടക്കുന്നവർ ഈ വീഡിയോ കാണുകയാണെങ്കിൽ കൊരട്ടിയിൽ മറ്റന്നാൾ ലോഡ് വരുന്നതാണ്, അത് ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.